ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം. അപ്പോൾ നമ്മളെ +1 കെമിസ്ട്രിയിലെ വളരെ ഒരു ലെങ്തി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് ഇക്വിലിബ്രിയം. നമ്മൾ ലെഷർലിയസ് പ്രിൻസിപ്പിളെല്ലാം വരുന്ന എൻ്റെ വളരെ ഫേവററ്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളെല്ലാം വരുന്ന ചാപ്റ്ററാണ് ഈ പറഞ്ഞ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് വരാൻ സാധ്യതയിൽ NCERT എക്സസൈസ് കോഴ്സ് കുറച്ച് പ്രോബ്ലംസ് ആയിട്ടുള്ള കോഴ്സസ് നമുക്ക് നോക്കി നോക്കാം. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഇത് 2 സെക്ഷൻസ് ആയിട്ട് ആക്ച്വലി ഡിവൈഡഡ് ആണ്. ഏതാണ് നമ്മളെ ഈ പറഞ്ഞ കെമിക്കൽ ഇക്വിലിബ്രിയം, അയോണിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന 2 സെക്ഷൻസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. പേജ് നമ്പർ 203 പ്രോബ്ലം 7.4 ചെയ്ത് അത്യാവശ്യം ടഫ് ഉണ്ട്. അത്യാവശ്യം കുറേ ചെയ്യാനുണ്ട്. അടുത്തത് പേജ് നമ്പർ 204 പ്രോബ്ലം 7.6. ഇതും ടഫാണ്, കുറച്ച് ചെയ്യാൻ അത്യാവശ്യം കാര്യങ്ങളുണ്ട്. ഇതിലെന്തെല്ലാം ഈ പറഞ്ഞ നമ്മളെ മാത്സിലെ സ്ക്വയർ റൂട്ടിന് എന്തെല്ലാം ഫോർമുല വരുന്നുണ്ട്. അപ്പം കുറച്ച് പണിയുണ്ട് സാധനം. അപ്പോൾ അടുത്തത് പേജ് നമ്പർ 207 പ്രോബ്ലം 7.8. ഇതും ടഫാണല്ലോ. ഇതിൽ കുഴപ്പമെന്ന് വെച്ചാൽ ഇത് അത്യാവശ്യം കുറേ ലെങ്തിയാണ്, ടഫാണ്, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ പേജ് നമ്പർ 208 പ്രോബ്ലം 7.0, 7.1. പിന്നെ ഇത് മറിച്ചിട്ട് പാഠം തീരാത്ത പേജ് നമ്പർ 215 പ്രോബ്ലം 7.12, പ്രോബ്ലം 7.13. പിന്നെ കഴിഞ്ഞില്ലേ പേജ് നമ്പർ 218 പ്രോബ്ലം 7.17. പിന്നെ പേജ് നമ്പർ 221 പ്രോബ്ലം 7.20. അതും ഭയങ്കര ടഫ് പോലെ തോന്നുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ പാഠം ഇല്ല. പേജ് നമ്പർ 226 പ്രോബ്ലം 7.25 ചെയ്യുക. അടുത്തത് 229 പേജ് നമ്പറിലെ പ്രോബ്ലം 7.26ഉം 7.27ഉം ചെയ്യാം. പേജ് നമ്പർ 230 പ്രോബ്ലം 7.8 കൂടി ചെയ്യാം. എൻ്റെ മോനെ, ഇത് പറഞ്ഞിട്ട് തന്നെ എൻ്റെ ജീവൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇത്ര കാര്യം ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഭാഗമായിട്ട് NCERT എക്സാമ്പിൾസ് ആയിട്ട് പഠിച്ചു നോക്കുക. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, നമുക്കിതിൽ വരാൻ സാധ്യതയിൽ NCERT എക്സസൈസ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ ഞാൻ തുടക്കത്തിൽ തന്നെ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ, ന്യൂമറിക്കൽസ് ഇതിൽ അധികം നിങ്ങൾ കുഴപ്പിക്കാൻ ചാൻസ് ഇല്ല. അതെല്ലാം ഞാൻ പരമാവധി ചെയ്യുന്നുണ്ട്. ഇത് അത്യാവശ്യം ഇത് എത്രത്തോളം ഞാൻ പറഞ്ഞുതരാം. ഓൾമോസ്റ്റ് 75 ക്വസ്റ്റ്യൻസിൽ അത്രയും നീളം ചാപ്റ്ററായത്. അപ്പോൾ അതിൽ വരാൻ സാധ്യതയിൽ 20 ക്വസ്റ്റ്യൻസ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അത്രത്തോളം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നമ്മൾ ഓർമ്മയുണ്ടല്ലോ. സ്ട്രക്ചർ ഓഫ് ആറ്റം 67 ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ട് അതിൽ ഞാനൊരു ഓൾമോസ്റ്റ് 25 ക്വസ്റ്റ്യൻസ് ആയിട്ട് 25-30 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം ലെവൽ എന്താണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ലെങ്തി കുറേ ക്വസ്റ്റ്യൻസിലെ ചാപ്റ്റേഴ്സിലെ പരമാവധി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടി ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് നോക്കാം. നമുക്ക് പയ്യെ എന്ത് ചെയ്യുക, നമ്മളെ ആമയും മോയലിൻ്റെ കഥ പോലെ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. അറ്റ് എ സർട്ടൺ ടെമ്പറേച്ചർ ആൻഡ് ടോട്ടൽ പ്രഷർ ഓഫ് 10⁵ പാസ്കൽ. എന്തെല്ലാം ഇവിടെ പ്രഷറിൽ നന്നാ കാണുന്നുണ്ട്, എന്തെല്ലാം പ്രഷറിന് യൂണിറ്റ് എല്ലാം കാണുന്നുണ്ട്. അയോഡിൻ വേപ്പർ കണ്ടെയ്ൻസ് 40% ബൈ വോളിയം. അതായത് വോളിയം ബൈ വോളിയം പെർസെൻറ്റ് എത്ര തന്നിട്ടുണ്ട്, 40% തന്നിട്ടുണ്ട്. I ആറ്റംസ് നോക്കാം. I2 ഇൻ ഇക്വിലിബ്രിയം വിത്ത് 2I. ഇത് ഗ്യാസ്. അതായത് I2 ഇസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് 2I. കാൽക്കുലേറ്റ് Kp ഫോർ ദിസ് ഇക്വിലിബ്രിയം. അപ്പോൾ നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് Kp കണ്ടുപിടിക്കണം. അപ്പോൾ Kp ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പാർഷ്യൽ പ്രഷർ ഓഫ് റിയാക്റ്റൻസ് ആൻഡ് പ്രൊഡക്ട്സ്. സോ ഫൈൻഡ് ദെയർ പാർഷ്യൽ പ്രഷേഴ്സ് ഫ്രം ദ പെർസെൻറ്റേജ് ഗിവൺ ആൻഡ് ദെൻ കാൽക്കുലേറ്റ് Kp. നോക്കാം. I2 ഗിവിങ് 2I. അപ്പോൾ I ആറ്റംസിന് അയോഡിൻ വേപ്പർ എത്ര തന്നിട്ടുണ്ട്, 40% വോളിയം ബൈ വോളിയം തന്നിട്ടുണ്ട്. സോ അയോഡിൻ വേപ്പേഴ്സ് ഓഫ് I2 മോളിക്യൂൾസ്. അപ്പോൾ ഇത് ഈ പറഞ്ഞ അയോഡിൻ വേപ്പേഴ്സ് ഓഫ് അപ്പോൾ അയോഡിൻ വേപ്പേഴ്സ്, അതായത് I ആറ്റംസ് 40% ഉണ്ട്. ബാക്കി അയോഡിൻ വേപ്പേഴ്സിന് എത്ര ഉണ്ടാവും, 100-ന്ന് 40 ഓർക്കോ 60% ഉണ്ടാവും. അപ്പോൾ പാർഷ്യൽ പ്രഷർ ഓഫ് അയോഡിൻ ആറ്റംസ് എന്ന് പറയുന്നത് P1. അപ്പോൾ അത് 40%. അപ്പോൾ 40/100 ഇവിടുത്തെ പ്രഷർ തന്നിട്ടുണ്ട് 10⁵. അതിനെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ 2 0, ഇവിടുത്തെ 3. അപ്പോൾ ഈ പറഞ്ഞ അങ്ങനെ ക്യാൻസൽ ചെയ്യേണ്ടെന്ന് തോന്നുന്നു. ഇത് വെച്ചിട്ട് ക്യാൻസൽ ചെയ്യും. അപ്പോൾ ഇത് അതേപോലെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ 40/100 0.40 × 10⁵ പാസ്കൽ. പിന്നെ സിമിലർലി പാർഷ്യൽ പ്രഷർ ഓഫ് അയോഡിൻ മോളിക്യൂൾസ്. I എന്ന് പറയുന്നത് I ആറ്റം, I2 എന്ന് പറയുന്നത് അയോഡിൻ മോളിക്യൂൾ അല്ല അയോഡിൻ വേപ്പേഴ്സ്. അപ്പോൾ നമുക്ക് നോക്കാം. P2 അതിൻ്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുമ്പോൾ അപ്പോൾ 60% ഇല്ലോണ്ട് 60/100 × 10⁵. അപ്പോൾ 60/100 എന്ന് പറയുമ്പോൾ 0.6 × 10⁵ പാസ്കൽ. അതിനടുത്ത ഇക്വേഷൻ അക്കോർഡിംഗ് ടു ഇക്വേഷൻ Kp = Pi²/Pi2ൻ്റെ സ്ക്വയർ ഇല്ലാന്ന് അല്ലേ. അപ്പോൾ അതായത് എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ഇത് പ്രൊഡക്റ്റ് ഡിവൈഡ് ബൈ റിയാക്ടർ ആണല്ലോ. അപ്പോൾ പ്രൊഡക്റ്റ് I ആണ്. പക്ഷേ അതിൻ്റെ കോയിഫിഷ്യൻ്റ് 2 ഇല്ലോണ്ട് അതിനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ പവറായിട്ട് എടുക്കണം. I2 I2ൻ്റെ കോയിഫിഷ്യൻ്റ് 1 ഇല്ലോണ്ട് raised 1. അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല.
അപ്പോൾ പി ഐൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 0.40 × 10⁵ ഈ പാസ്കലും ക്യാൻസൽ ആയി പോകും. പിന്നെ ഡിവൈഡ് ബൈ പി I2 എന്ന് പറയുമ്പോൾ 0.60 × 10⁵ ക്യാൻസൽ. അപ്പോൾ ഇത് ഫൈനലി അപ്രോക്സിമേറ്റ്ലി 2.69 × 10⁴ പാസ്കൽ എന്ന് പറഞ്ഞിട്ട് ആൻസർ കിട്ടും. അത്രയില്ലല്ലോ? ഓക്കെ, കഴിഞ്ഞ്. ഇതാണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ വൈ പ്യുവർ ലിക്വിഡ്സ് ആൻഡ് സോളിഡ്സ് ക്യാൻ ബി ഇഗ്നോർഡ് വൈൽ റൈറ്റിംഗ് ദ ഇക്വിലിബ്രിയം. നമ്മൾ ഈ KPയും കേസിൽ എഴുതുന്ന സമയത്ത് എന്താ പ്യുവർ ലിക്വിഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റ് എല്ലാം വരുന്ന ആൾക്കാർ, നമുക്ക് ഗ്യാസിലുള്ള ആൾക്കാർ മാത്രമേ നമുക്ക് അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റൂ. ലിക്വിഡും സോളിഡ് എല്ലാം വരുമ്പോൾ നമ്മളതിൻ്റെ യൂണിറ്റ്, അതായത് അതിൻ്റെ കോൺസെൻട്രേഷൻ 1 ആയിട്ട് നമ്മൾ എടുക്കുക. അതെന്തുകൊണ്ട് അങ്ങനെ എടുക്കുന്നത്? അതിൻ്റെ റീസൺ എന്താ? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ പ്യുവർ ലിക്വിഡ് ഓർ സോളിഡ് ഇഫ് ഇറ്റ് ഇസ് എൻ എക്സസ് ഈസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ അതിൻ്റെ മോളാർ കോൺസെൻട്രേഷൻ, അപ്പോൾ എന്താ അതിൻ്റെ മോൾസിനെ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആ ഒരു കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ എമൗണ്ട് പ്രസൻറ്റ്. അതിലപ്പോൾ നമ്മൾ എത്രത്തോളം എമൗണ്ട് ചേർത്തില്ല. പക്ഷേ ഗ്യാസിൻ്റെ കാര്യത്തിൽ അങ്ങനെ, ഗ്യാസിൻ്റെ എമൗണ്ട് കൂട്ടുന്നതോറും അതിൻ്റെ കോൺസെൻട്രേഷൻ കൂടി വരും. പക്ഷേ പ്യുവർ സോളിഡിൽ ലിക്വിഡിൽ നമ്മൾ എത്രക്കാരം എമൗണ്ട്, അതായത് സബ്സ്റ്റൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ കോൺസെൻട്രേഷൻ കോൺസ്റ്റൻറ്റ് വാല്യൂ, ഒരു K എന്ന് പറയുന്ന ഒരു വാല്യൂ ആയിരിക്കും. അതൊരിക്കലും മാറുമെന്നില്ല. ദാറ്റ് ഈസ് വൈ പ്യുവർ ലിക്വിഡ്സ് ആൻഡ് സോളിഡ്സ് ക്യാൻ ബി ഇഗ്നോർഡ്. അപ്പോൾ എന്താ, നമ്മളിപ്പോൾ വേരിയബിൾ ആകുമ്പോഴല്ലേ നമ്മളത് എഴുതേണ്ടത്. ഇപ്പോൾ വേരിയബിൾ അല്ല, സാധനം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ പിന്നെ അത് എഴുതേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? ഇഫ് ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് വി നീഡ് നോട്ട് റൈറ്റ് ഇറ്റ്. നമ്മൾ വേരിയബിളിനെ പറ്റിയിട്ടാണ് ചിന്തിക്കേണ്ടത്. വേരിയബിൾ മാറുമ്പോഴാണ്, അല്ലെങ്കിൽ അതായത് ഓരോ കോൺസെൻട്രേഷൻ ഓരോ രീതികളല്ല, ഓരോ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന് ഓരോ കോൺസെൻട്രേഷൻ വരുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരിക, അത് ഇക്വേഷനിൽ ആഡ് ചെയ്യേണ്ടി വരിക. അതിപ്പോൾ ഞാനിപ്പോൾ 10 ഗ്രാം ആഡ് ചെയ്താലും ഇപ്പോൾ 1000 ഗ്രാം ആഡ് ചെയ്ത് കഴിഞ്ഞാലും 200 കിലോ ആഡ് ചെയ്ത് കഴിഞ്ഞാലും എല്ലാം സെയിം കോൺസെൻട്രേഷൻ ആണെങ്കിൽ ഇറ്റ് ഡസൻറ്റ് മേക്ക് എ ഡിഫറൻസ്. പക്ഷേ ഇതിലെന്താ, അത് ഇതിൽ ലിക്വിഡും സോളിഡിൻ്റെ കേസിൽ. പക്ഷേ ഗ്യാസിൻ്റെ കാര്യത്തിൽ അത് വേരിയബിൾ. 10 ഗ്രാം ആഡ് ചെയ്യുമ്പോൾ മോളാർ കോൺസെൻട്രേഷൻ ഇപ്പോൾ ഒരു 1 മോളാണെങ്കിൽ, പക്ഷേ 1000 ഗ്രാം അല്ലെങ്കിൽ 1 കിലോഗ്രാമും ചിലപ്പോൾ എന്താവും, അതൊരു ചിലപ്പോൾ ഒരു 100 അത് ആക്ച്വലി ജസ്റ്റ് ഒരു ഹൈപ്പോത്തറ്റിക്കൽ കേസാണ്. അപ്പോൾ ഇപ്പോൾ 10 ഗ്രാമിന് 1 മോളാറാണ് കോൺസെൻട്രേഷൻ, ചിലപ്പോൾ 1000 ഗ്രാമിന് ചിലപ്പോൾ 100 മോളാറായിരിക്കും. അപ്പോൾ അത് വ്യത്യാസമാണ്, അത് ഇവിടെ വേരി ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗ്യാസിൻ്റെത് നമ്മൾ KPN എക്സ്പ്രഷൻ എഴുതുമ്പോൾ ഉൾപ്പെടുത്തുന്നത്. പക്ഷേ ഈ ലിക്വിഡ് ആൻഡ് സോളിഡിൻ്റെ കേസിൽ ഇത് 10 ഗ്രാം ആയാലും 1000 ഗ്രാം ആയാലും 200 കിലോഗ്രാം ആയാലും എല്ലാം ആ മോളാർ കോൺസെൻട്രേഷൻ സെയിം ആണ്. അത് കോൺസ്റ്റൻറ്റ് K എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ആർബിട്രറി വാല്യൂ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ പ്യുവർ ലിക്വിഡ്സിനും സോളിഡ്സിനും ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എഴുതുന്ന സമയത്ത്, അത് ഈ KPൻ്റെ എക്സ്പ്രഷൻ എഴുതുന്ന സമയത്ത്, ഇക്വേഷൻ എഴുതുന്ന സമയത്ത് അതിനെ നമ്മൾ ഇഗ്നോർ ചെയ്യാൻ കാരണം. ഇതാണ് അതിൻ്റെ റീസണിങ്ങൾ എഴുതി കൊടുക്കേണ്ടത്.